ഹലോ ഗൈസ്, നമ്മളിന്ന് എൻ്റെ ഫസ്റ്റ് വ്ളോഗ് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് അൽവത്ബ ലേക്കിലേക്കാണ്. ഇവിടെ UAE നാഷണൽ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് ക്യാമ്പിങ്ങിന് പോകുന്നത്. സോ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഫാമിലി നമ്മൾ 3 പേരും കൂടി ചേർന്നിട്ട് പോവുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുമായിരുന്നു. പോണ വഴിക്ക് നമ്മൾ ആദ്യം എന്തായാലും ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഷാബിയയിലൂടെ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം പോകുന്നൊരു കടയാണ്, ടീ റൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതിന്നാണ് നമ്മളെപ്പോഴും ചായയൊക്കെ കുടിക്കുക, ഷാബിയ 12-ലുള്ളത്. അങ്ങനെ ബുവിക്ക് ബാക്കിലിരിക്കുന്നു. ആകെ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു ബുവിക്ക്. പിന്നെ എനിക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് ചായ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. തിരിച്ചു വന്ന് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ ഇരുന്നു. ബുവിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട്. അതാ ചായയായിട്ട് ഏട്ടൻ വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ബുവിക്കിന് എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പോയി യാത്ര തുടങ്ങി കേട്ടോ. പദ്ബയിലേക്ക് പോകാനുള്ളത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പോണ വഴിക്ക് തന്നെ. നാഷണൽ ഡേ ഒക്കെ ആവുകൊണ്ട് എല്ലായിടത്തും ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അബുദാബി ഫുള്ള് കാണാൻ ഇതുപോലെയാണ്, നല്ല രസമാണ്. എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ്സിലും ഒക്കെ ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ പദ്ബയിലേക്ക് ഇങ്ങനെ യാത്ര തുടങ്ങി. പോണ വഴിയിൽ ഫുള്ള് നിറച്ചും ഇങ്ങനെ ലൈറ്റിങ്ങനെ ഉണ്ട്. ബുവിക്ക് തെറ്റിയിരിക്കുകയാണ്, ബാക്കിൽ ഫോൺ കൊടുക്കാത്തതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു നമ്മൾ പോണ വഴിക്ക്. നമുക്കിങ്ങനെ ഫുള്ള് ലൈറ്റ്സ് ആയിരുന്നു. ഇവിടെ അബുദാബിയിൽ പൊതുവേ നിങ്ങൾ UAE വ്ളോഗേഴ്സിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവും, നിറച്ച് ലൈറ്റ്സും ഇതൊക്കെ ആയിട്ട്. അവരുടെ നാഷണൽ ഡേ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഡൽഹിയിലൊക്കെ. പക്ഷേ UAEയിലൊക്കെ ഇങ്ങനെയാണ്. നാഷണൽ ഡേ ആയിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഫുള്ള് ലൈറ്റ്സും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ പോണ വഴിക്ക് തന്നെയാണ് നമ്മുടെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് കാരണം അവരുടെ അവിടുത്തെ ലൈറ്റ്സും എല്ലാമായിട്ട് നല്ല രസമാണ് കാണാൻ. ഫുൾ നല്ലൊരു രസമായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലൈറ്റ്സും ഇതൊക്കെ നന്നായി കാണാം. ഇങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 54 കിലോമീറ്റേഴ്സോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. എന്നാലാണ് നമുക്ക് വദ്ബ ലേക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് 54 കിലോമീറ്റേഴ്സ് നമുക്കൊരു 44 മിനിറ്റ്സ് ഓർ 50 മിനിറ്റ്സിൽ നമുക്ക് എത്താം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ ലൊക്കേഷനിലെത്തി. നല്ല തിരക്കായിരുന്നു എല്ലായിടത്തും. സോ നമുക്ക് വദ്ബ ലേക്കിൻ്റെ അവിടേക്കൊന്നും എത്താൻ പറ്റിയില്ല. നമ്മളതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ടെൻറ്റൊക്കെ അടിച്ചു. ചേച്ചിയുടെ ഹസ്ബൻഡും കുട്ടിയൊക്കെ നേരത്തെ എത്തിയിരുന്നു. അപ്പോൾ അവർ ടെൻറ്റൊക്കെ അടിച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഭയങ്കര റഷായിരുന്നു. നാഷണൽ ഡേയുടെ ലീവ് ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര റഷായിരിക്കും. എന്നാലും നമ്മളതിൻ്റെ ഒരു സ്പേസ് കണ്ടെത്തി ഫുള്ള് ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഇതാക്കി. കുട്ടികൾ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഫസ്റ്റ് ടൈമാണ് ക്യാമ്പിങ് ചെയ്യുന്നത്. സോ അതിൻ്റേതായ ഇതിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ, വെജിറ്റബിൾസ് അതൊക്കെ ചേച്ചി നോൺ വെജ് കഴിക്കില്ല. സോ വെജിറ്റബിൾസ് അതൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി മാഗ്നേറ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം വ്ളോഗ് ചെയ്യാണ്, അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ബുവിക്ക് ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു, ക്യാമ്പിങ് എന്താണെന്നുള്ളതൊക്കെ അറിയാതെ. സോ അപ്പോൾ അങ്ങനെ അറിഞ്ഞ് മണ്ണ് കളിക്കാനുള്ളൊരിതും. ഇതിൽ തന്നെ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് ഞാൻ ലാസ്റ്റ് കോൺ ഉണ്ടായിരുന്നത് കോൺ ഗ്രില്ല് ചെയ്യുമായിരുന്നു. അപ്പോൾ മാഷ് മെല്ലോസ് ഉണ്ടായിരുന്നു, കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഫുള്ള് ഗ്രില്ല് ചെയ്തു. അത് ലാസ്റ്റ് ഇതിൻ്റെ ലൈമും മറ്റേ മുളക് പൊടിയും അങ്ങനെയൊക്കെ നമുക്ക് അടിപൊളിയായി കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ ഗ്രില്ല് ചെയ്തു. ഞാനും കുഞ്ഞും ഏട്ടനും കൂടെ ചേർന്നിട്ട് മാഷ് മെല്ലോ ഗ്രില്ല് ചെയ്തു, കോൺ ഗ്രില്ല് ചെയ്തു. എല്ലാം ഗ്രില്ല് ചെയ്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ലാസ്റ്റ് ഒരു ഡെസേർട്ടായിട്ടാണ് അത് യൂസ് ചെയ്തിരുന്നത്. എല്ലാം കഴിക്കലൊക്കെ കഴിഞ്ഞതാണ്. കുട്ടിപ്പട്ടാളങ്ങളും ഏട്ടനും കൂടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആവുമായിരുന്നു. നമ്മൾ രാത്രി ഉറങ്ങിയില്ല, കാരണം ബാത്റൂമിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ തിരക്കും ബഹളമൊക്കെ ആയിട്ട്. സോ ഏട്ടത്തെ കുട്ടികളൊക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് തിരിച്ചു പോന്നു. കാരണം ഭയങ്കര റഷായിരുന്നു അവിടെ, ഒന്നിനും കൂടെ ഉണ്ടായിരുന്നില്ല.
സോ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ബൈ.